ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലൊരു മൂവി റിവ്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഇതിൽ അഭിനയനൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ലീഡ് റോള് ടൊവിനോ തോമസ് ആണ്. നടി എന്ന് പറയുന്നത് പ്രിയംവദ. ഹീറോയിന് അധികം റോള് നമുക്ക് ഈ സിനിമയിലില്ല. ഇത് ട്രെയിലർ കണ്ടവർക്കെല്ലാം മനസ്സിലാവും ഇത് ഏത് പാറ്റേണാണ് ഈ സിനിമ എന്നുള്ളത്. അപ്പോൾ ഹീറോയിനായിട്ട് സിനിമയിലുള്ളത് പ്രിയംവദയാണ്. പിന്നെ നമുക്ക് സുരാജേട്ടനുണ്ട്. പിന്നെ നമ്മുടെ തമിഴിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ചേരൻ. പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടുള്ളവർക്ക് അറിയാം ചേരൻ ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇന്നത്തെ ജനറേഷൻ ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അപ്പം പുള്ളിയുണ്ട്. പിന്നെ നമുക്ക് അറിവുള്ളത് കുറച്ച് ആൾക്കാർ. പിന്നെ ആര്യ സലീം. എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ റോള് നന്നായിട്ട് തന്നെ നമ്മുടെ ആദിവാസി ട്രൈബൽ നേതാവായിട്ട് അഭിനയിക്കുന്ന ആര്യ സലീം ശരിക്കും നല്ലൊരു റോള് തന്നെയാണ്. അവർക്ക് കറക്റ്റ് മാച്ചിങ് ആണ്. അവരുടെ രൂപവും ആ സംഭവം നമ്മുടെ മുത്തങ്ങ സമരം ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവരുടെ രൂപവും ആ സംഭവത്തിനുണ്ടായിരുന്ന നേതാവും തമ്മിലുള്ള CK ജാനു അവർ രണ്ടും ഏകദേശം ഒരേപോലെ ചായ നമുക്ക് തോന്നിക്കും സിനിമയിൽ. അപ്പം അതെന്തായാലും നന്നായിട്ടുണ്ട്. അവിടെ അഭിനയം നന്നായിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ടുള്ള 1-2 പേര് സിനിമയിൽ എനിക്ക് കാണാൻ സാധിച്ചു. അവരെല്ലാം നന്നായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ മുത്തങ്ങ സമരം നമ്മുടെ കേരളത്തിൽ 2003 സംഭവിച്ചിട്ടുള്ള മുത്തങ്ങ സമരം, വയനാട് മുത്തങ്ങയിൽ നടന്നിട്ടുള്ള ആദിവാസി കലാപം ഉണ്ടാക്കിയത് ആദിവാസികളല്ല, പോലീസുകാരും ആദിവാസികളും തമ്മിലുണ്ടായ ഒരു സമരം, ഒരു കലാപം, ഒരു ഏറ്റുമുട്ടൽ. അതിൽ ഒരു ആദിവാസി മരിക്കുകയും ഒരു പോലീസുകാരനും മരിക്കുകയും ഉണ്ടായെന്നാണ് നമ്മൾ ആദ്യം പുറം ലോകം അറിഞ്ഞത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ആദിവാസികൾ ഒരാളല്ല, ഒന്നിലേറെ പേർക്ക് മരണപ്പെടേണ്ടതായിട്ട് വന്നു, കൊല്ലപ്പെട്ടു. അതെല്ലാം പുറം ലോകത്ത് എത്തേണ്ടതായിട്ട് വന്നു. സർക്കാരും പോലീസുകാരും നിർബന്ധിതരായെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. മറച്ചു വയ്ക്കാൻ, മൂടി വയ്ക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളും പുറത്തോട്ട് കൊണ്ടുവരേണ്ടി വന്നു. സത്യം എന്നായാലും നമുക്ക് അധികം നാൾ മൂടി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാലും മറന്നേക്ക് പുറത്തു വരും. അത് തന്നെയാണ് അന്ന് അവിടെ സംഭവിച്ചത്. അപ്പോൾ ആ സംഭവം എല്ലാം ഇതിവൃത്തമാക്കിക്കൊണ്ടാണ് നരിവേട്ട എന്നുള്ള സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇത് സാങ്കല്പികമാണ് എന്ന് നമ്മൾ സ്ക്രീനിൽ തുടക്കത്തിൽ ഏത് കാണിച്ചിരുന്നാലും ഈ സിനിമ കാണുന്ന എല്ലാവർക്കും അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ചരിത്രം കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്നില്ല. അന്നത്തെ ആ സംഭവങ്ങളൊക്കെ ഓർത്തിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവും ആ സംഭവം എന്താണെന്നുള്ളത്. പിന്നെ ഇന്നത്തെ പുതു ജനറേഷൻ 2002K കിഡ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് കൺവിൻസ് ആകത്തില്ല. അവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൂടെ ചിന്തിച്ച് വരുന്ന രീതിക്കാണ് സിനിമ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് തുടക്കത്തിൽ നമ്മുടെ ആലപ്പുഴ ലൊക്കേഷൻ, ആലപ്പുഴ നല്ല രീതിയിലുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കായലും അതിൻ്റെ സൗന്ദര്യങ്ങളെല്ലാം കാണിച്ചിട്ടുള്ള ഒരു ലൊക്കേഷൻ കാര്യങ്ങൾ തന്നെയാണ്. ഒരു നാട്ടുമ്പുറമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ തുറക്കം കൊടുക്കുന്നത്. നടനും നടിയും തമ്മിലുള്ള പ്രണയവും അവരുടെ സീന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്കാണ് നമ്മുടെ സിനിമ ആ പാട്ട് ഏറ്റവും ക്ലിക്കായിട്ടുള്ള സിനിമയിൽ ഏറ്റവും ക്ലിക്കായിട്ടുള്ള പാട്ട്, അത് ലവ് സോങ് വരുന്നത്. അതെല്ലാം തിയേറ്ററിൽ കാണാൻ നല്ലൊരു വ്യക്തി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനുശേഷം സെക്കൻഡ് ഹാഫിന് ശേഷമാണ് സിനിമ വേറൊരു ലെവലിലോട്ട് പോകുന്നത്. സത്യം ഹീറോയിൻ തുടക്കത്തിൽ ആ കുറച്ച് സീൻസ് മാത്രമേ ഉള്ളൂ. പിന്നീട് ഹീറോയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. ആലപ്പുഴയിൽ നിന്ന് ലൊക്കേഷൻ വയനാടോട്ട് മാറുമ്പോൾ പിന്നെ ഹീറോയിന് വേറെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കഥ തന്നെ മാറിയാണ്. അപ്പോൾ നമുക്ക് പതിയെ തുടങ്ങിയ ഒരു കഥ സിനിമയുടെ പകുതി കഴിയുമ്പോഴേക്കും വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നത്, ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് സിനിമ ഇരിക്കുന്നത്. അപ്പോൾ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തുടക്കം കുറച്ച് നമുക്ക് ലാഗ് പോലെയൊക്കെ തോന്നിയിരുന്നാൽ പോലും സിനിമ പോകെ സൂപ്പറായിട്ട് ഇതിനെ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ള ജെയ്ക്സ് ബിജോയ്, നമ്മൾക്ക് തമിഴിലെ അനിരുദ്ധിനെ പോലെയാണ് നമുക്ക് മലയാളത്തിൽ നമുക്ക് കേരളത്തിന് കിട്ടിയിട്ടുള്ളത് ജെയ്ക്സ് ബിജോയ്. പുള്ളിയുടെ മ്യൂസിക് ഡയറക്ഷനിൽ വന്നിട്ടുള്ള മിക്ക പാട്ടുകളും നമുക്ക് ഹിറ്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ സിനിമയിലെ പാട്ടുകളും. പ്രത്യേകിച്ച് ലവ് സോങ് ഏറ്റവും ഹിറ്റായിട്ടുള്ള സോഷ്യൽ മീഡിയ തറുത്തുകൊണ്ടിരിക്കുന്ന സോങ്ങാണത്. പിന്നെ നമുക്ക് വാടാ വേട എന്നുള്ള സോങ്, നമ്മുടെ പ്രൊമോ സോങ്, നമ്മുടെ വേടനെ കൊണ്ട് പാടിച്ച ആ സോങ്, അപ്പം അതും നന്നായിട്ട് തന്നെ നമുക്ക് ഈ സിനിമയെ ഹെൽപ്പ് ചെയ്തെന്ന് പറയാം. ശരിക്കും ആ പാട്ട് ഈ സിനിമയിലില്ല. അപ്പം ആ പാട്ട് കാണാം എന്ന് കരുതി തന്നെ ഞാനും തിയേറ്ററിൽ ഇരുന്നത്. പക്ഷേ എനിക്ക് നിരാശപ്പെടേണ്ടി വന്നു കേട്ടോ. ആ പാട്ട് വാടാ വേട എന്ന് പറഞ്ഞ സോങ്, പ്രൊമോഷൻ സോങ് ഈ സിനിമയിലില്ല. അത് ജസ്റ്റ് ഈ സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രം ഇറക്കിയിട്ടുള്ള സോങ് ആണെന്നാണ് പിന്നീടാണ് മനസ്സിലാവുന്നത്. കണ്ട ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ സോങ് കാണാം എന്ന പ്രതീക്ഷയിൽ ആരും തിയേറ്ററിൽ പോകേണ്ട, കാണാൻ പറ്റത്തില്ല. ഈ സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രൊമോഷൻ എന്ന് പറയുന്നത് വേടൻ്റെ ആ സോങ് തന്നെയാണ് കേട്ടോ. ആ സോങ് ഉണ്ടാക്കിയ ഒരു പ്രൊമോഷൻ വേറെ എത്ര രൂപ കൊടുത്താലും പ്രൊമോഷൻ ചെയ്താലും അഡ്വർടൈസ്മെൻറ്റ് ചെയ്താലും കിട്ടില്ല. കാരണം അത്രമാത്രം ആൾക്കാരുടെ ഇടയിൽ ആ സോങ് സ്വീകരിക്കപ്പെട്ടു. അത്രമാത്രം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള വേടൻ പാടിയ ആ സോങ് ഹിറ്റായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ യൂട്യൂബൊക്കെ നോക്കി കഴിഞ്ഞാൽ സെർച്ച് ലിസ്റ്റിൽ ആ പാട്ട് തന്നെയാണ് ട്രെൻഡിങ്ങിലാണ് ആ പാട്ട് പോയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് നല്ല അത്രയും സൂപ്പർ ഹിറ്റായിട്ട് പാട്ട് സിനിമയിൽ ഉൾക്കൊള്ളാത്തതിൽ, സിനിമയിൽ കാണിക്കാത്തതിൽ എനിക്ക് പേഴ്സണലി എനിക്കൊരു നിരാശയാണ് കേട്ടോ. കാണാമെന്ന പ്രതീക്ഷയിലാണ് പോയത്, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ആ പാട്ട് കൊണ്ട് ഈ സിനിമയ്ക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത്രമാത്രം പ്രൊമോഷൻ ആ പാട്ടിലെ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു പടമായിട്ട് തന്നെ ഈ സിനിമ മാറും. ഫസ്റ്റ് ഡേയിൽ ആൾ കുറച്ച് കുറവാണ്. തിയേറ്ററിൽ ആൾ കുറവായിരുന്നു. ഇതെന്താണ് ഇനി അങ്ങോട്ട് പോകെ ഈ സിനിമ ജനങ്ങളെ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്.
പിന്നെ ചിലപ്പോൾ വിവാദങ്ങളിലേക്കും ഈ സിനിമ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട്. സിനിമ അങ്ങനെയാണ്. കാരണം മുത്തങ്ങ കലാപം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ പിടിച്ചുലയ്ക്കുക, അന്നത്തെ സർക്കാരിനെ വരെ പിടിച്ചുലച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു സംഭവത്തെ പ്രമേയമാക്കിക്കൊണ്ടൊരു സിനിമ വരുമ്പോൾ തന്നെ എന്തായാലും ചെറിയ വിവാദങ്ങളും കാര്യങ്ങളും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതെന്തായാലും ഉണ്ടാവുമെന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരള പോലീസിനെയൊക്കെ അന്ന് നാണിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വീണ്ടും കാണുമ്പോൾ കേരള പോലീസിൻ്റെ വില കളയില്ലേ എന്ന രീതിയിലുള്ളൊക്കെ ചിന്തകൾ ഉണ്ടാവാം. ശരിക്കും അത് നടന്ന സംഭവമാണ് അവർ സിനിമയാക്കി കാണിച്ചിട്ടുള്ളത്. സാങ്കല്പികമാണ് എന്ന് പറഞ്ഞിരുന്നാൽ പോലും ആൾക്കാർക്ക് അറിയാം അത് നടന്ന സംഭവമാണ്, നമ്മുടെ കേരളത്തിൽ സംഭവിച്ചൊരു സംഭവമാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചാൽ നമ്മൾ ഉൾപ്പെടെ എല്ലാവർക്കും നടക്കരുത് തന്നെയാണ്. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ അന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, വർഷം മുമ്പ് അനുഭവിച്ചിരുന്ന വേദനകൾ, അവർക്ക് ദുഃഖങ്ങളെന്ന് പറയുന്ന സങ്കടങ്ങളൊക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. അതിനൊക്കെ ഒരുവിധം മാറ്റം വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കാലഘട്ടത്തിന് നല്ല രീതിയിൽ അവർക്ക് ഉയർച്ച വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സർക്കാരൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്നെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതെന്നാലും ആ സിനിമ മറന്നുപോകാൻ ആൾക്കാരെല്ലാവരും, ജനങ്ങളെല്ലാം മറന്നു പോയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ചിലപ്പോൾ. ആ ഒരു സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട് ഈ ഒരു സിനിമ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ മുത്തങ്ങ കലാപം എന്താണെന്നാണ് യൂട്യൂബിൽ നോക്കി ട്രെൻഡിങ് ലിസ്റ്റിൽ നോക്കി ഒരു കീവേഡാണ്, ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സെർച്ചിങ്ങാണ് മുത്തങ്ങ കലാപം എന്താണ്. പിന്നെ ഈ സിനിമയുടെ എഡിറ്റർ എന്ന് പറയുന്നത് ഷമീർ മുഹമ്മദാണ്. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് വിജയാണ്. എന്നിരുന്നാലും സിനിമ നല്ലൊരു സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. തുടക്കത്തിൽ കുറച്ചൊരു ലാഗ് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവസാനമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുന്ന ഒരു ഗൂസ് ബമ്പ് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ചോര തിളക്കുക എന്നോ ചില സീനൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലേ, അവിടെ അടിക്കണമെന്നൊക്കെ തോന്നുന്നു. ആ രീതിക്ക് ഒരു ഫീൽ നമുക്കിവിടെ വരും. അപ്പോൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടാവും. നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ട് ആരും സിനിമ കാണാതിരിക്കേണ്ട. കാരണം നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ചറിയാം, നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ഒരു കാര്യം ഇന്നത്തെ ജനറേഷൻ ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അവരൊക്കെ ഇത് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ല തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ രീതിക്ക് ഒരു സിനിമ നന്നായിട്ട് തന്നെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ കാണുക, ആസ്വദിക്കുക. എന്തായാലും നമുക്ക് സിനിമ കണ്ട് തീരുമ്പോൾ കണ്ണിൽ നിന്നും ഒരു ഇറ്റ് കണ്ണീര് നമുക്ക് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സിനിമ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ